ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബത്തിലെ ചടങ്ങുകൾ എന്നൊക്കെ പറയുമ്പോ സാധാരണ ഒരു കള്ളത്തുള്ളലുകളൊക്കെ ഉണ്ടാറുണ്ടല്ലോ. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ടോ നോക്കിയതാ. ഈ കയ്യും കാലും വിറക്കില്ല, അതിനെ കുറിച്ച് നീ പേടിക്കണ്ട. അയ്യോ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? നവീൻ കെട്ടിയൊരു താലി എന്റെ കഴുത്തിൽ കിടക്കുന്നില്ലേ? അതിന്റെ ഉടമയ്ക്ക് ഐശ്വര്യം വരുന്നൊരു കാര്യമല്ലേ? അത് ഞാൻ ചെയ്യേണ്ടതല്ലേ? എന്റെ മോളെ, വെറുതെ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഷോ, ഇവിടെ ഒരു കുഴപ്പമില്ലമ്മേ. അമ്മ മനസ്സ് വിഷമിക്കാതിരുന്നാ മതി. മുത്തശ്ശിന്റെ കാല് പിടിക്കുന്ന പോലെയാ പറഞ്ഞത്. അത് തള്ളിക്കളഞ്ഞിട്ട് വരാൻ എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തതല്ലേ, ഇതും കൂടി ഞാൻ ചെയ്ത് തീർത്തോട്ടെ. മോളെ, അമ്മ ഇനി എന്നോട് എതിർപ്പൊന്നും പറയണ്ട. ഞാൻ ഈ വ്രതം എടുത്ത് പൂർത്തിയാക്കിയിട്ടേ വരുന്നുള്ളൂ. മോളെ, മോളെ കൃഷ്ണ, എന്താ തങ്കം? അവർക്ക് പൂജയ്ക്കും വ്രതത്തിനും ഒക്കെ എന്റെ മോള് വേണം. അതിനൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എല്ലാവർക്കും ആട്ടി ഇറക്കാനും അവളെ തന്നെയാ വേണ്ടത്. അത് പിന്നെ തങ്കം, കാര്യം എന്താണെന്ന് വെച്ചാ പറയേ. നവീൻ അവിടെയും കൊണ്ട് കടലിക്കൽ ചെന്ന് കേറിയതാ. ഇപ്പൊ അവിടുത്തെ മുത്തശ്ശി നവീന് വേണ്ടി കൃഷ്ണയോട് ശിവരാത്രി വ്രതം എടുക്കാൻ പറഞ്ഞിരിക്കുക. താലി കെട്ടിയ ആൾക്ക് വേണ്ടി ജീവിതം കൊടുക്കണ്ടേന്ന് പറഞ്ഞ് അവൾ അവിടെ നിൽക്കുകയും ചെയ്തു. ആ, കുഴപ്പമൊന്നുമില്ലാതെ നടന്നു പോയാ അത് നല്ലതാ. അല്ലെങ്കിൽ നവീന് വേണ്ടി അങ്ങനെ ഒരു വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണ തന്നെയല്ലേ ചെയ്യേണ്ടത്? ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. ഇനി എന്തൊക്കെ വരുത്തി കൂട്ടാനാ ദൈവമേ, എനിക്കറിയില്ല. അവളിങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ഈശ്വര, തങ്കം ഇങ്ങനെ വിചാരിക്കുന്ന പോലെ ഇത് വെട്ടിയാലും മുറിച്ചാലും പോകുന്ന ഒന്നല്ല. അതിന് തെളിവുകളാ ഈ കണ്ടോണ്ടിരിക്കുന്നത്. മോനെ, അമ്മ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ അമ്പലത്തിലായിരുന്നു. ശിവരാത്രി നോയമ്പല്ലേ? അത് പിന്നെ അമ്മ, ഇവിടെ വലിയ കോലാഹലമൊക്കെ ആയിരുന്നു. എന്തുപറ്റി? ഞാനും മണിക്കുഞ്ഞും ഇവിടുന്ന് പോയതിന് പുറകെ ഗാഥ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതെയോ? പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. ഗാഥ ഞങ്ങൾക്കൊരു സർപ്രൈസ് തരാനായിട്ട് വന്നതാ. അത് കഴിഞ്ഞ് ഞങ്ങള് കുറെ സ്ഥലത്തൊക്കെ പോയി. മോള് നല്ല മാനസികാവസ്ഥയിലായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ടമ്മേ. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരുന്നു അയാളെന്ന് എന്റെ മുന്നിൽ. എനിക്കെന്റെ ഗാഥയെ തിരിച്ചു കിട്ടിയമ്മേ. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ഗാഥയെ. സന്തോഷായടാ. അമ്പലത്തിൽ നിന്ന് ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഇത്രയും നല്ലൊരു വാർത്ത തന്നെ കേട്ടല്ലോ. പിന്നെന്താ പ്രശ്നം ഉണ്ടായെന്ന് നീ പറഞ്ഞത്? അതോ, ഞാനും ഗാഥയും പുറത്തുനിന്ന് വന്ന് കയറിയപ്പോ അമ്മായി മോളും വീണ്ടും തുടങ്ങി പഴയ പരിപാടി തന്നെ. എന്റെ കൂടെ ഇവിടെ വന്ന ഗാഥ മാത്രമല്ല, ഇവിടെ വേറെ ഒരു ഗാഥ ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ബഹളമായി. ഈ വീട് മുഴുവൻ പരിശോധന. ഒടുവിൽ മുത്തശ്ശി ഇടപെട്ട പരിഹരിച്ചത്. ഇവരെന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് ഗാഥമോളെ സമാധാനിപ്പിച്ചോ നീ? ആ, ഇന്ന് പിന്നെ അയാൾ നല്ല അവസ്ഥയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ മോളി കേട്ടു. അത് ഭാഗ്യം. അല്ല, ഇതെന്താ? ആ, അത് പേരയ്ക്ക. വഴിയിൽ കണ്ടപ്പോ ഗാഥയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാ. അല്ല, നീ എവിടെയായി പോകുന്നേ? ഇന്ന് മുഴുവൻ കറക്കായതുകൊണ്ട് 1-2 പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വരാം. സന്ധ്യയാവാൻ നിക്കണ്ട. ചടങ്ങുകളും പൂജയും ഒക്കെ ഉള്ളതാ. ഇന്നും ഉണ്ടോ? ഇനി അത് വല്ല പ്രശ്നമാവോ? ഇല്ലടാ, നിങ്ങൾക്കിടയില് മറ്റൊരു പ്രശ്നവും ഇല്ലെങ്കില് വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല. നീ പോയിട്ടോ. മോളെ കീർത്തി, ഇതൊക്കെ ഒന്ന് കണ്ടു പഠിച്ചോ, നല്ലതാ. ഓ,
അവൾക്ക് ഈ പഴയ ആചാരങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ശിവരാത്രിക്ക് ഈ എണ്ണപ്പലഹാരങ്ങൾ വറുത്തു പോരുന്നൊക്കെ ആർക്കാ ഇപ്പൊ ഓർമ്മയുള്ളത്? ഓർമ്മയുള്ളവർക്ക് ചെയ്യാൻ നിർമ്മലേ. ആചാരങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവര് വെച്ചോട്ടെ, അറിയുന്നവർക്ക് അത് ചെയ്യാം. സുമിത്ര ചെയ്തോ? അതിനിപ്പോ ഇവിടെ ആരാ പരാതി പറഞ്ഞേ? അല്ലമ്മേ, ഞാൻ അവിടേക്ക് നോക്കുന്നില്ല, അത് സത്യം. പക്ഷേ അമ്മായിയുടെ മരുമോളോ? അവളാണല്ലോ ഈ കളരിക്കൽ കുടുംബം തലയെ കൊണ്ട് നടക്കേണ്ടത്. അവളെയല്ലേ ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്? പിന്നെ സിത്താരയുടെ മകളോട് ഈ എണ്ണപ്പലഹാരം വറുത്തു കോരാൻ പറഞ്ഞാല് എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് അറിഞ്ഞുകൂടി മോളെ. ആ കുട്ടിക്ക് സുഖമുള്ളപ്പോ അടുക്കളയിൽ എല്ലാം ചെയ്തിട്ടില്ലേ? അത് നിങ്ങളും കണ്ടിട്ടുള്ളതല്ലേ? നിങ്ങൾക്കൊക്കെ വെച്ചോളമ്പി തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ ഇവിടെ ഒരു തർക്കം? അല്ലമ്മേ, ഗാഥമോളെ കുറിച്ചാ. ഈ ജോലികളൊക്കെ ഗാഥമോള് ചെയ്യൂന്നല്ലേ? ചെയ്യിക്കാം. ഗാഥമോളെ, ഇങ്ങ് വാ. നീ എന്താ നിർമ്മല ഇങ്ങനെ നോക്കുന്നേ? അല്ലമ്മേ, കുടുംബത്തിലെ ചടങ്ങുകളെന്നൊക്കെ പറയുമ്പോ സാധാരണ ഒരു കള്ളത്തുള്ളലുകളൊക്കെ ഉണ്ടാറുണ്ടല്ലോ. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ടോ നോക്കിയതാ. ഈ കയ്യും കാലും വിറക്കില്ല, അതിനെ കുറിച്ച് നീ പേടിക്കണ്ട. അമ്മ ഇങ്ങ് മാറിന്നേ, ഇത് ഞാൻ ചെയ്തോളാം. മാറി നിക്ക് സുമിത്രേ, മോളത് ചെയ്തോളൂ. തരൂ. അതെ, അടുപ്പിന്റെ അടുത്തുനിന്നൊന്ന് മാറി നിന്നു. എണ്ണ തിളച്ചു കിടക്കുക. എന്ത് ഭംഗിയായിട്ടാ മോൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? വേണോന്ന് വിചാരിച്ച ഗാഥമോള് ചെയ്യുന്ന ഒരു കാര്യവും 1000 വർഷം തപസ് ചെയ്താലും ചെയ്യാൻ ഇവിടെയുള്ളവരെ കൊണ്ട് പറ്റില്ല.